മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു കുട്ടി സന്തോഷമുള്ള ദിവസമാണ്. അപ്പം ഇന്ന് വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവും? അപ്പം ഇവിടെ അണ്ണയ്ക്ക് വരൂ. അപ്പം ഇന്ന് ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഷിൻഷിരി അണ്ണൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ഞാൻ ഇങ്ങനൊന്നും അല്ല വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്. എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഞാൻ ഭയങ്കര അണ്ണ ഉറക്കത്തിൽ കിടക്കുമ്പോൾ ചെന്ന് ഹാപ്പി ബർത്ത്ഡേ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിലും കാര്യമൊന്നുമില്ല. ഇന്നലെ രാത്രി 1:30 വരെയും ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കളിക്കുമായിരുന്നു. കാരണം ഞങ്ങൾ താമസിച്ചാൽ ഉറങ്ങി. പൊന്നുസും മോണ്ടിന് നേരത്തെ ഉറങ്ങും. ഞങ്ങൾ പിന്നെ ഞങ്ങളെ കുറ്റം പറയുന്നവരെ തിരിച്ച് ഞങ്ങളും കുറ്റം പറഞ്ഞുകൊണ്ടെങ്കിരിക്കും. രാത്രിയൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് 1:30 വരെയും. അപ്പോൾ 12 മണി കഴിഞ്ഞാൽ പിന്നെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. എന്നാലും രാവിലെ അണ്ണ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇങ്ങനെ പോയി വീഡിയോ എടുക്കണമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അണ്ണൻ്റെ അമ്മ ബർത്ത്ഡേ പറയാൻ വിളിച്ച് വിഷ് ചെയ്യാൻ വിളിച്ചിട്ട് ഞങ്ങളെ ഉണർത്തി കളഞ്ഞു. അപ്പൊ ഇന്ന് സ്കൂളുള്ളപ്പോൾ ഞങ്ങൾ രാവിലെ എണീക്കുമല്ലോ. അപ്പൊ പൊന്നൂസിന് മോനൂട്ടനെ സ്കൂളിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് പൊന്നൂസിന് മോനൂട്ടനും ക്ലാസ് ഇല്ല, സ്കൂളില്ല. അപ്പൊ അണ്ണന്റെ ബർത്ത്ഡേ ആണ്, സ്കൂളിന്റെ അണ്ണന്റെ ബർത്ത്ഡേ ഒരുമിച്ചാണ്. ഇന്ന് അവധി കൊടുത്തു. അണ്ണന്റെ ബർത്ത്ഡേ ആണ് സ്കൂളുകാർ. അപ്പം നമ്മൾ വിചാരിച്ചു, അണ്ണൻ പറഞ്ഞത് പൊന്നൂസ് മോണ്ടൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് രാത്രി നമുക്കൊരു ചെറിയ കേക്ക് വാങ്ങിച്ച് മുറിക്കുക, അത്രയും മതി എന്നാണ് പറഞ്ഞത്. പൊന്നൂസ് മോണ്ടൻ സ്കൂളിൽ പഠിത്തമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അന്നേരം ഉച്ചയ്ക്ക് ആഘോഷിക്കാം. അപ്പൊ പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു കേക്ക് ഞങ്ങൾക്ക് 11 മണിക്ക് തരണേന്ന് പറഞ്ഞു. അപ്പൊ തരാന്ന് പറഞ്ഞു. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനേ സ്റ്റാൻഡ് വെക്കട്ടെ ഇനി. ഇല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഒന്ന് വെക്കണേ. അങ്ങനെ ഞാൻ അന്നേരം ഇന്ന് നമ്മൾ എന്നും എഴുന്നേക്കുന്ന സമയത്ത് എണീക്കും. ഞാനും ഇന്ന് എണീറ്റിട്ട് എല്ലാവരും എന്നെ നോക്കിച്ച് വെള്ളം കുടിച്ചിട്ട് ഞാൻ പിന്നെ കിടന്നു. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ ബെല്ലടിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോണിൽ അമ്മ വിളിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞ എടുക്കണ്ടായിരുന്നു. അപ്പം അമ്മയുടെ ഫോണിലോട്ട് പിന്നെയും അണ്ണൻ്റെ ഫോണിൽ വിളിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ കിടന്നിട്ട് ഇടയ്ക്ക് കണ്ണു വന്നപ്പോൾ അണ്ണ എൻ്റെ അടുത്തിരിക്കുന്നു എന്നെ നോക്കിക്കൊണ്ട്. പിന്നെ എൻ്റെ ഉറക്കം പോയി. പിന്നെ ഇതിൻ്റെ ഉറക്കം പോയോണ്ടാണ് വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാം നടന്ന് ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞത് നമുക്ക് ചോറ് ഉച്ചയാകുമ്പോൾ വെക്കാന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ അണ്ണ പറഞ്ഞത്? ഉച്ച അടുപ്പിച്ച് വെക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പം എന്നാണ്ട് ഉടനെ പോയി അരി എടുത്ത് വെള്ളത്തിൽ ഇട്ടേക്കുന്നു. 8 മണി ആയപ്പോൾ അരി എടുത്ത് വെള്ളത്തിൽ ഇട്ട്. അപ്പം എനിക്ക് പിന്നെ കുക്കിംഗ് പരിപാടി തുടങ്ങാന്ന് വിചാരിച്ചു. ഇട്ടില്ലേ പിന്നെ പറഞ്ഞ 1 മണിക്കൂർ വെള്ളത്തിൽ ഇടണമെന്ന് പറഞ്ഞേ. അതാ പറഞ്ഞ വെള്ളത്തിൽ ഇട്ടെന്ന് ഞാൻ പറഞ്ഞേ. അപ്പം ഞങ്ങള് ചിക്കൻ മന്തി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബിരിയാണി എന്നാ വിചാരിച്ചത്. അപ്പം അണ്ണൻ പറഞ്ഞു മന്തി പോലെ വെക്കാം. മന്തി അരി ഇരിപ്പുണ്ടായിരുന്നു മന്തിയുടെ. അപ്പൊ എങ്കിൽ പിന്നെ അങ്ങനെയെന്ന് വിചാരിച്ചു. ഇന്നലെ ചിക്കൻ അത് മസാലയൊക്കെ പുരട്ടി വെച്ചു. കാരണം മന്തി ബിരിയാണി എന്ന് പറയാം. ഞാൻ പിന്നെ മന്തിയാന്ന് ഓർത്തില്ല. ഞാൻ മല്ലിയില പിന്നെ കുരുമുളക് പൊടി എന്തുവാ ഉള്ളിയൊന്നും വേണ്ട മുത്തേ, ക്യാപ്സിക്കം ഇട്ടാൽ മതി. ഉള്ളിയൊന്നും വേണ്ട. മന്തിയാകുമ്പോൾ അങ്ങനെ ഉള്ളിയൊന്നും ഇടത്തില്ല. അപ്പം മല്ലിയില, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചിക്കനകത്ത് ഞാൻ പുരട്ടി വെച്ചു, ഉപ്പും കൂടെ. അപ്പോൾ പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്കും ആ ചിക്കനകത്ത് നന്നായിട്ട് ആ മസാലയൊക്കെ പിടിക്കും കേട്ടോ. നമ്മൾ അന്നേരം വെക്കുവാണെങ്കിൽ ഈ മസാല നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ആ ഇറച്ചിക്കകത്ത് ഉപ്പും പുളിയൊന്നും പിടിക്കത്തില്ല. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ചിക്കൻ വറക്കുമ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ മസാലയൊക്കെ പുരട്ടി വെച്ചു. ഇനി നമുക്ക് വെച്ചാൽ മതി. പിന്നെ ഞാൻ ഇന്നലെ പൊന്നൂസ് മോണ്ടനും രാത്രി ഇവിടെ എല്ലാം കുളവാക്കി. അതുകൊണ്ട് ഇവിടെ എല്ലാം രാത്രി തൂത്തിട്ടു. ഇനി തുടങ്ങണം. അങ്ങനെയുള്ള പരിപാടികളേ ഉള്ളൂ. അവർക്ക് എന്തോ ബോറിങ്ങും പറയണ്ടേ. അങ്ങനെ സാധാരണ എന്റെയും പൊന്നൂസിനെ മോണ്ടനെയൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ പുത്തൻ എടുക്കുന്നതിന് സാധാരണ ബർത്ത്ഡേക്ക് പുത്തനൊന്നും എടുക്കും. സത്യമായിട്ട് ഈ അണ്ണനാ ഫ്രണ്ട്സ് പറഞ്ഞത് ഒരാഘോഷം വേണ്ട. അണ്ണൻ എത്ര വയസ്സായെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പറഞ്ഞു ഉടനെ. സാധാരണ അല്ല, നമ്മളിപ്പോ പറഞ്ഞില്ലെങ്കിൽ പോലും തന്നെ എല്ലാരും ചോദിക്കുക എത്ര വയസ്സാണ്. എനിക്ക് 33 വയസ്സ്. അണ്ണന്റെ 33ാമത്തെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ 33. ഒരുപാട് പ്രായമുള്ള പോലെയൊക്കെ എല്ലാവരും ചോദിക്കും. പക്ഷെ അത്ര പ്രായമൊന്നുമില്ല ഫ്രണ്ട്സ്. മുടി ഇല്ലാത്തതുകൊണ്ടാണ് പ്രായമൊക്കെ തോന്നിക്കുന്നത്. പക്ഷെ ഒരു ചെറുപ്പക്കാരനാണ്. ഈ അണ്ണ 23 വയസ്സിൽ കല്യാണം കഴിച്ചത്. പക്ഷെ ചെറുക്കന്മാരൊക്കെ 28 ഒക്കെ ആകുമ്പോഴേ കെട്ടുന്നത്. പക്ഷെ ഇത് പിന്നെ ഭയങ്കര ധൃതി ആയിപ്പോയി ബാക്കിയുള്ളവരെ മെനക്കെടുത്താൻ.
ഞാൻ പറഞ്ഞു 2 വർഷം എനിക്കൊരു 23 വയസ്സിൽ കെട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അണ്ണൻ 25 അപ്പൊ എന്റെ പ്രായം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എന്റെ വയസ്സ് പറഞ്ഞ് എനിക്ക് വിഷമം വരുന്നത്. അത് വേണ്ടായിരുന്നു. എല്ലാം കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കും. എനിക്ക് അങ്ങനെ പ്രായമായി വരുന്നു ഫ്രണ്ട്സ്. എനിക്ക് ഭയങ്കര സങ്കടമാണ്. അറിയട്ടെ, അവർക്ക് അവർ വിചാരിച്ചേക്കുന്നത് 10-45 വയസ്സുണ്ടെന്ന് കണ്ടാ അങ്ങനെ പറയും. ഓ അണ്ണ എന്നെ കണ്ട അത്രയൊന്നും പറയൂല. അപ്പൊ ഫ്രണ്ട്സ്, അപ്പം എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. സാധാരണ പുത്തനൊന്നും എടുക്കാത്ത ഈ അണ്ണൻ തന്നെ സമ്മതിക്കാതെ ചെയ്യാട്ടോ ഫ്രണ്ട്സ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ചുമ്മാ എന്തിനാ പൈസ ഇന്നാളെ കല്ല് അങ്ങോട്ട് എടുത്തത്. ഇപ്പൊ നമ്മൾ എന്തിനായിരുന്നു മൊത്തം പുത്തൻ എടുത്തേ? നമുക്ക് ഒരാൾക്ക് വേണ്ടിയായിട്ട് എടുക്കാൻ പറ്റില്ല. എടുക്കുമ്പോ എല്ലാവർക്കും എടുക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ വന്നപ്പോ ഞാൻ പുതിയ ചുരിദാർ അത് പെരുന്നാള് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളു എടുത്തായിരുന്നു. അന്നേരം അപ്പൊ ആ അണ്ണൻ പറഞ്ഞ അപ്പ എടുത്തില്ല ഡ്രസ്സ് അതുകൊണ്ടൊന്നും എടുക്കണം എന്ന് പറഞ്ഞാൽ എടുക്കാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇനിയിപ്പോ അടുത്ത പെരുന്നാളിലെ ഡ്രസ്സ് എടുക്കും. ഇനി എന്നാ പെരുന്നാള്? അടുത്ത ചെറിയ പെരുന്നാള്. അയ്യോ അതിന് 1 വർഷം ഇല്ലയോ? അത് സാരല്ല, മാർച്ച് ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു. അയ്യോ അതിനു മുമ്പ് എന്റെ ബർത്ത്ഡേ ഉണ്ട്, പിള്ളേരുടെ ബർത്ത്ഡേ ഉണ്ട്. ഒരു കാക്കില് കേക്ക് മേടിച്ച് മുറിക്കും. 4 പേരല്ലേ ഉള്ളു, അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുക. ഈ അണ്ണ ഇങ്ങനെ കേക്ക് മേടിക്കുന്ന കാര്യത്തിൽ ഈ അണ്ണൻ പറയും ഫ്രണ്ട്സ്. ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോ ഇട്ടില്ലേ, അന്ന് കൊട്ടാരക്കര പോയപ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചാൽ ഒരു കേക്ക് ഫ്രീ ആയിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു പിള്ളേർക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഒരു കേക്ക് മുറിച്ച് കൊടുത്തിടാം, ഒരു കേക്ക് ബർത്ത്ഡേ ഒക്കെയാണ്. ഇങ്ങനെ സമ്മതിച്ചില്ല. ഈ അണ്ണൻ അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ കേക്ക് മേടിക്കാൻ ഞാൻ ഓർഡർ കൊടുക്കാൻ നേരം പറയാം 1/2 കിലോ പോരെയെന്ന്. നമ്മൾ 1/2 കിലോ ആയിട്ട് എങ്ങനെ പറയും, നാണക്കേടല്ലേ? അപ്പൊ ഞാൻ അണ്ണൻ ഒരു അപ്പുറത്തൊക്കെ കൊടുക്കാമല്ലോ. ഈ പറയുന്ന സാധനം മധുരമായാലും ഒരുപാട് കഴിക്കാനൊക്കത്തില്ല. നമുക്ക് സന്തോഷത്തിന് കുറച്ച് അണ്ണ ഒരു പീസ് കഴിക്കും, പക്ഷെ ഫ്രിഡ്ജിൽ ഇരുന്ന പൊന്നൂസും ഞാനും ഒക്കെ കഴിക്കും. അത്രേ കഴിച്ചാൽ മതി. ഇപ്പൊ 1 കിലോ മേടിച്ചിട്ടുണ്ട്, അത് കഴിച്ചാൽ മതി. എന്നാലും നമുക്ക് അമ്മായിക്കും പീസ് കൊടുക്കാമല്ലോ. 1/2 കിലോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് തീർന്നു, ഒന്നുമില്ല. ഒരു 2 പീസ് എടുക്കുമ്പോഴത്തേക്കും കഴിഞ്ഞു. അപ്പൊ എന്തായാലും മുത്തുമണി നമുക്ക് കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ? അണ്ണ അടുക്കള കയറിയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പുറകെ തുടച്ചോണ്ട് നടക്കും കേട്ടോ. അതല്ലേ അവിടെ എവിടെയൊക്കെ എന്തെങ്കിലും ഞാൻ ക്ലീൻ. അപ്പൊ ഇതാണ് എല്ലാം ഇട്ടിട്ടുണ്ട്, കാണിക്കാം. വെള്ളത്തിൽ എല്ലാം ഇട്ടിട്ടുണ്ട്. 1/2 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടോ? ഇട്ടു. എപ്പം നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കാൻ കയറിയാലും അണ്ണൻ ചാടി കയറും. ഞാൻ ഉണ്ടാക്കാം, എൻ്റെ ഗൾഫ് സ്റ്റൈലിൽ വെക്കാന്ന് പറയും. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പത്തെ പൊന്നൂസിൻ്റെ അടുത്തും മോനൂട്ടൻ്റെ അടുത്തും അത്താട ബിരിയാണി എങ്ങനെയുണ്ട്, അരപ്പ് ചേർത്തവർക്കൊന്നും ഒരു വിലയില്ല. അണ്ണേ ഇന്നലെ ഞാനല്ലേ അരപ്പ് ചേർത്ത് വെച്ചത് ചിക്കന്, മുളകുപൊടി മഞ്ഞപ്പൊടി. അത് അരപ്പല്ലേ? ഫോൺ അടിക്കുന്ന മുത്തേ. നാണ് ഇത് കണ്ടോ ഫ്രണ്ട്സ്, പുതിയ പാത്രം കാണിക്കണേ. പുതിയ പാത്രം അമ്മയുടെ തൊഴിലുറപ്പില് ഈ പാത്രം വെക്കുന്ന ആൾക്കാർ വന്നത്, അങ്ങനെ അമ്മ വാങ്ങുന്നതാണ്. മൈ മദർ അമ്മ എന്ന് പറയുമ്പോൾ 2 അമ്മമാരുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തു വന്നത്. അപ്പൊ ഞാനിവിടെ ക്യാപ്സിക്കവും തക്കാളിയും സവാളയും അരിഞ്ഞു വെച്ചു. സാധാരണ സവാളയും തക്കാളിയും ഒന്നും ഇടത്തില്ല മന്തിക്ക്, പക്ഷെ ഈ അണ്ണം പറയാ വേണം, ബിരിയാണി സ്റ്റൈൽ മന്തിയാണ്. എന്തെങ്കിലൊക്കെ മണ്ടത്തരങ്ങളൊക്കെ പറയും. അണ്ണന്റെ സ്റ്റൈൽ. അവസാനം എനിക്ക് ദേഷ്യം വരും, ഇഷ്ടപ്പെട്ടില്ലേ. ഇന്നാളൊക്കെ ഒരു ദിവസം ബീഫോ എന്തോ നമ്മൾ വാങ്ങിച്ചു ഫ്രണ്ട്സ്. അന്നേരം പറഞ്ഞ ഞാൻ വെച്ചോളാം, നീ ഇങ്ങോട്ട് മാറ്. ഗൾഫിലെ സ്റ്റൈൽ കപ്സ പോലെ വെക്കാണ്. ലാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പൊന്നീസ് മോട്ടന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇങ്ങനെ ആക്കാം. എണ്ണ ഒഴിച്ചത് ചുമ്മാ വരട്ടാനോ? മന്തി മസാല പാത്രത്തിൽ എന്തിനോ ഇട്ട് അടച്ചു വെച്ച്. ഇതാണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ മസാല വരട്ടിച്ചു. പിന്നെ നമ്മുടെ സാധാ നമ്മുടെ മറ്റേ കറിയൊക്കെ വെക്കുന്ന പോലെ കേട്ടോ, അല്ലാതെ മന്തിക്കുന്ന വലിയ പീസാക്കിയില്ല. ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു ആൾക്കാരല്ലേ, കുഞ്ഞു കുഞ്ഞു പീസ്.
അപ്പോൾ ദേ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് സവാളയും തക്കാളിയും ക്യാപ്സിക്കും എടുത്തു ചാടി എൻ്റെ രീതി എല്ലാം പോയി. അണ്ണൻ്റെ രീതിയിലൊന്നും വെക്കണ്ട, പോപ്പുറത്ത്. അപ്പോൾ അതോടെ ഏട്ടെ ഇതാണ്ടേ മസാല ഉണ്ട്, കളയണോ അതോ വേണോ? ഇത് ഒഴിക്കാം. അതാണ്ട് മോനുകുട്ടൻ ഉറക്കം എണീറ്റ് വന്ന് കിങ്ങിണിയെ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. കൊണ്ടുപോകും കിങ്ങിണിയെ അവിടെ ഇട്ടിട്ട് മക്കൾ പോയി പല്ലൊക്കെ തേക്ക് പോ, ചെല്ല്. മോനുകുട്ടൻ എൻ്റെ പല്ലിയേക്കാൻ പോവാ. മോനുകുട്ടന് പിന്നെ നമ്മൾ ഗോൾ ഗെറ്റിങ്ങിനെ എടുത്ത് കൊടുക്കണം. സ്വന്തമായി ഇതുവരെ അതൊന്നും പഠിച്ചില്ല. അപ്പോൾ ദേ നമ്മുടെ ചോറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഫ്രണ്ട്സ്. ദേ നമ്മുടെ മുന്നൂസം മോണ്ടനെ എണീറ്റിരുന്ന അലപ്പും ബഹളമാണ് കേട്ടോ. ദേ നമ്മൾ ചോറ് തട്ടുക മണ്ടയിൽ. ചിക്കൻ ഫ്രൈയുടെ കഥയൊക്കെയാണ് പറയുന്നത്. ചിക്കൻ ഫ്രൈയുടെ കഥയാണ് പറയുന്നത്. പുന്നൂസ് ഇന്നലെയും ചോദിച്ചു, അമ്മ ഇത് ചിക്കൻ ഫ്രൈ ആണോന്ന്. ഞാൻ പറഞ്ഞ അല്ല മുന്നേ ചോറാ. എന്നാലും ഞങ്ങൾക്ക് 2 പീസ് എടുത്ത് വറുത്ത് തരുവോമാണ്. അവർക്ക് ഫ്രൈ ആണ് ഇഷ്ടം. ചോറ് നമ്മൾ ഒരുപാടുണ്ടെങ്കിൽ മൊത്തം ഇടുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. അണ്ണം പറഞ്ഞ് കുറച്ച് മാറ്റി വെക്കാം. സ്ഥലം ഇത് കൊച്ചു പാത്രമാണ് കേട്ടോ. പാത്രം നിറയാറായി. പരിപാടി ഇല്ലല്ലോ. മൊത്തം ഇടാൻ പറ്റുമായിരിക്കുമോ എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ബാക്കി വരും കേട്ടോ. ഇത് നമുക്ക് അടയ്ക്കണ്ടേ, അടപ്പണ്ണേ അടയ്ക്കാനുള്ള ഒരു സ്പേസ് വേണ്ടേ നോക്ക്. ഇടണേ ബാക്കി. മാറ്റി വെക്കുന്ന ചോറ് വെറുതെ ആവും. ഇന്നാളെ ഒരു പാത്രത്തിൽ ബാലൻസ് വന്നിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് അണ്ണൻ പറഞ്ഞ മുട്ട എന്തെങ്കിലും വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ് വെച്ചു. പിന്നെ അത് അവിടെ ഇരുന്നില്ല. അതുമല്ല നമ്മൾ മാറ്റി വെക്കുന്ന ചോറ് പിന്നെ അതിന് ടേസ്റ്റ് രുചി കാണത്തില്ല. അപ്പം അതേ നമ്മുടെ മന്തി റെഡിയായി. ഞങ്ങളുടെ മന്തി എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെക്കി. ഞാൻ ഓഫാക്കിയില്ല, എനിക്ക് ഗ്യാസ് തീർന്നയാണോ നോക്ക്. ഇതല്ലേ അമ്മ ഇന്നലെ രാത്രി തേച്ചത്. അപ്പം എൻ്റെ കുറച്ച് ഫേസ് പാക്ക് ഇന്നലെ ഞാൻ മിക്സ് ചെയ്തത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഇന്നുകൂടെ തേച്ചങ്ങ് തീർത്തയാണ്. പാനൊക്കെ വെച്ചൊക്കെ സൗണ്ട് കേൾക്കുമാവും. അപ്പം എൻ്റെ പൊന്നീസും മോണ്ടനൊക്കെ തന്നെ സ്കേറ്റിംഗ് സാധനം വെച്ച് ബാക്കിയുള്ളവരെയും കൂടെ ഓടാ വീഴ്ത്താനായിട്ട് എവിടെ നില്ലേ. അപ്പോൾ അതേ പൊന്നൂസും മൂന്നുകൂട്ടനൊക്കെ കുളിച്ച് കിടന്ന് കളിക്കുകയും ബഹളം വെക്കുകയും ചെയ്യാണ്. അണ്ണൻ കുളിച്ചുകൊണ്ടിരിക്കുക. അണ്ണന് കാര്യറ വരെ പോകണം. അപ്പം ഞാൻ കുറച്ച് മുമ്പാണ് ഓർത്തത്. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. ഫോണൊക്കെ ചോറ് ദമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ നോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഓർത്തില്ല. ഇപ്പോഴേ ആലോചിച്ചു ഇന്നലെ ഇട്ടതിൻ്റെ ബാക്കി ഇച്ചിരി ഉണ്ടല്ലോ, എനിക്ക് എടുത്ത് ഇടാം. അപ്പോൾ ഇനി ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഇനിയും അപ്പോൾ ഒരു 10-20 മിനിറ്റ് തുടങ്ങുന്നവരെ ഇരിക്കണ്ടേ. നേരത്തെ ആണെങ്കിൽ ആ സമയം അങ്ങനെ നോക്കേനെ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ചോറിന് പ്രത്യേകിച്ച് സാലഡും കാര്യമൊന്നും ഉണ്ടാക്കണ്ടല്ലോ. കുറച്ച് മയോനോസ് ഉണ്ടാക്കണം, അത് പിന്നെ ഉണ്ടാക്കാം. സാലഡ് വേണോ? അണ്ണ എന്താ ഉദ്ദേശിക്കുന്നത്? മന്തിയാണോ അതോ ബിരിയാണി? എനിക്കറിയത്തില്ല. അയ്യേ അണ്ണ എനിക്കറിയത്തില്ല ഫ്രണ്ട്സ്. ഇവിടുത്തെ ഇന്നത്തെ കാര്യമെല്ലാം പോയി. സത്യം പറഞ്ഞാൽ അണ്ണ അടുക്കള കയറായിരിക്കുന്നതല്ലേ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിന് വലിയ കുഴപ്പമില്ല. അണ്ണനും കൂടെ കയറുമ്പോൾ അണ്ണനും പല അഭിപ്രായം, എനിക്കും പല അഭിപ്രായമാണ്. പിന്നെ ഞാൻ വെക്കുന്നതിനൊന്നും രുചിയില്ലേ. പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങ് കാണിച്ചു കൊടുക്കും. ഞാൻ എൻ്റെ അടുത്ത് കളിക്കരുത്. അപ്പോൾ സാധാരണ ഇവിടെ കുളിച്ചിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറും. അപ്പം അതേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കാണിച്ച് കൊടുക്കും ഞാൻ. അപ്പോൾ അണ്ണന് കാറിൽ പോയിട്ട് 2-3 അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് പോയിട്ട് വരുമ്പം കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരും. നമ്മുടെ അവിടെ എൻ്റെ ഒരു കൂട്ടുകാരുടെ അടുത്ത കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അപ്പം കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരും. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോഴത്തേക്ക് ഇപ്പം സമയം 11 മണിയൊക്കെ ആയി. ഇതൊന്ന് ഉണങ്ങിയിട്ട് ഞാൻ കുളിച്ചിട്ട് എന്നിട്ട് കാണാൻ. എൻ്റെ ജിഞ്ചുമോനാണെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ 2 പേരും ഈ സ്കേറ്റിംഗ് ഷൂവിന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാം. 10 മിനിറ്റ് അവൻ, 10 മിനിറ്റ് അവൾ. അത് എടുത്തിട്ട് സ്ഥലത്ത് കൊണ്ട് വെക്കണേ. അപ്പോൾ ഈ പാക്ക് എന്തോന്ന് ഞാൻ ഒരു ഷോർട്ട് വീഡിയോസിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് കുളിച്ചിട്ടൊക്കെ കാണാം. വേണ്ടേ എല്ലാവരും കൂടെ ടൂറ് പോവാണ്. ബ്രെഡ് പൊരിച്ചു കൊടുക്കാൻ പോയപ്പോൾ മോനുകൂട്ടനെ ന്യൂട്ടല്ല വേണമെന്ന്, നെയ്യിൽ പൊരിച്ചു കൊടുക്കാൻ തന്നെ വേണ്ടെന്ന്. അപ്പോൾ അവർ സാധനം മേടിക്കാൻ പോവാണ് ഫ്രണ്ട്സ്. ഇന്ന് എന്തായാലും ഉറങ്ങാൻ ചോദിച്ചാൽ നടന്നുമില്ല. പക്ഷേ നേരത്തെ എണീറ്റുകൊണ്ട് ജോലികളൊക്കെ ഒതുങ്ങി. പോവാന്നോ ആ വഴി?
ആ വഴി അങ്ങ് പോ. ശരി എന്നാ ബേക്കറിക്ക് ഒരു ജ്യൂസും കഴിക്കട്ടെ. എങ്കിൽ അവിടെ കാറിൽ പോയിട്ട് വാ. ചേട്ടാ ബാബാ ഇസ്സായോ ഉസ്സയോ. കഥ അടയ്ക്കാനോ? ശരി ശരി ശരി. ഇവിടെ പട്ടി കയറി കിടക്കും ഫ്രണ്ട്സ്. ഞാൻ തുടച്ച്, അതുകൊണ്ട് ഞാൻ തുടച്ചൊക്കെ ഇട്ടേക്കും. അതാണ് പറഞ്ഞത്. ചാച്ചാ ബാബാ സീ യു. അപ്പോൾ മുത്തുമണീസ് ഞാൻ ദേ കുളിച്ചങ്ങ് ഒരുങ്ങി കേട്ടോ. അപ്പോൾ അത്തച്ചിയും മക്കളും ദേ ഇതുവരെ കറങ്ങിക്കഴിഞ്ഞ് വന്നില്ല. അപ്പോൾ രാവിലെ നമ്മൾ 8 മണിക്ക് ചോറുണ്ടാക്കാൻ കയറിയത് കൊണ്ട് കാപ്പിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുപോലെ മാവൊന്നും ഇല്ലായിരുന്നു, ഇല്ലെങ്കിൽ ചപ്പാത്തിയോ പൂരിയോ ആണ് ഞാൻ വിചാരിച്ചത്. പിന്നെ പറ്റിയില്ലല്ലോ. അപ്പം ഞാൻ രാവിലെ അണ്ണനും ചായ ഇട്ട് കൊടുത്ത്, പൊന്നിസിന് മോണ്ടനും പാലും കാച്ചി കൊടുത്ത്, പൊന്നിസിന് കേക്കും കൊടുത്തു. അപ്പം മോനുകുട്ടന് ബ്രെഡ്. അപ്പം ഈ ബ്രെഡ് നെയ്ക്കകത്ത് പൊരിച്ചു കൊടുത്ത് സാധാരണ കഴിക്കുന്നവനാണ്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചത്, നേരത്തെ ചോറ് വെച്ചോണ്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മോനുകുട്ടന് ന്യൂട്ടല്ല വേണം. അപ്പോൾ അണ്ണൻ പറഞ്ഞ വേറെ എന്തെങ്കിലും കഴിച്ചിട്ട് അവർ കാറിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുവരെ കാണുന്നില്ല ഫ്രണ്ട്സ്. ഞാനിങ്ങനെ ഒരുങ്ങി നിൽക്കുവാണ്. വന്നാലല്ലേ നമുക്ക് കേക്ക് മുറിച്ച് ചോറിടാൻ പറ്റൂ. കഥ അടച്ചിട്ടേക്കും കേട്ടോ. ഈ മഴയൊക്കെ ആയതുകൊണ്ട് പട്ടി ഇങ്ങനെ കയറി സിറ്റൗട്ടിൽ കിടക്കും കേട്ടോ. അപ്പോൾ തുടച്ച് ഒഞ്ഞ് നടു ഒടിഞ്ഞു. എപ്പോഴും അങ്ങ് തുടപ്പാണ് കേട്ടോ, കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടേ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ അവരെ കാത്തിരിക്കട്ടെ. അപ്പോൾ ദേ നമ്മുടെ ദമ്മിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. ഇത് ഞാൻ രക്തചന്ദനം അരയ്ക്കുന്ന കല്ലാണ്, അതെടുത്ത് വെച്ചേക്കാം. പിന്നെ പപ്പടം ദേ തൈര് സലാഡിന് ഞാൻ അരിഞ്ഞ് വെച്ചു പോയിച്ചേ. അപ്പം ഇപ്പം ഞാൻ അരിഞ്ഞ് വെച്ചേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ജോലി ഓരോന്നോരോന്നായിട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ വരുമ്പോൾ പണിയില്ല. ഇതാകുമ്പോൾ സാലഡ് ഉണ്ടാക്കി പപ്പടം അങ്ങ് പൊരിച്ച് വെച്ചാൽ ഇതിപ്പോൾ എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല. മന്തിയാണോ ബിരിയാണിയാണോ എന്തുവാ അണ്ണ ഉദ്ദേശിക്കുക എനിക്കറിയത്തില്ല. അയ്യോ 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 തുറക്കണ്ട മോനൂട്ടാ. ആണോ? അമ്മച്ചി തുറക്കാം. പന്നലായോ? അടക്കേ മാറി അമ്മ കൊണ്ടുവയ്ക്കട്ടെ. ഇത് സ്കൂട്ടി കൊണ്ടുവന്ന എങ്ങനെയാവും നമ്മുടെ കേക്ക്. പന്നലൊന്നും അല്ല, അടിപൊളി. ഹാപ്പി ബർത്ത്ഡേ ഷാജഹാൻ, ഹാപ്പി ബർത്ത്ഡേ. പൊന്നൂസാണോ ബാക്കിൽ നിന്ന് പിടിച്ചത്? 20 വെരി ഗുഡ് 20. അതൊക്കെ ഉണ്ട്. അപ്പോൾ ദേ നമ്മുടെ കേക്കും സാധനമൊക്കെ എടുത്ത് വെക്കാൻ പോവാണ്. ഇത് കണ്ട് 33 അണ്ണൻ്റെ. പിന്നെ ദേ ഐസ്ക്രീമും പെപ്സിയും വാങ്ങിച്ചേ എടുത്ത് വെക്കാം. അപ്പോൾ ദേ നമ്മുടെ കേക്കൊക്കെ എടുത്തോണ്ട് വന്നു. വിശന്നിട്ട് വയ്യ കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ വിചാരിച്ചു എങ്കിൽ പിന്നെ ഒത്തിരി താമസിക്കണ്ട, എടുക്കണ്ട, ഇതിന്ന് എടുക്ക്. ഇല്ല എടുക്ക്. 33 അണ്ണനൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. എല്ലാരും അറിയട്ടെ. അത് തന്നെ. കുഴപ്പമില്ല. പൊന്നു ആ കവർ കൊണ്ട് വേസ്റ്റ് ബാസ്കറ്റ് ഇട്ട് പൊന്നു അന്നിക്ക് കുത്താം. അപ്പൊ നമ്മുടെ 33 മെഴുകുതിരി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് കുത്താം. അത് കത്തിച്ചേ. 33 അണ്ണേ 33 മോനോട്ടേ കന്നേ ഇതൊന്ന് കത്തിച്ചോ. ഞാനത് കത്തിച്ചത്. അത് എങ്ങനെയാണ് കത്തി പോയത്? അല്ല 33 അതാണ് ബർത്ത്ഡേ. അപ്പൊ ദേ നമ്മുടെ ഷാനാന്റെ 33 അതെ നമ്മളെ കട്ട് ചെയ്യാൻ. ഞാൻ പറയത്തില്ല കേട്ടോ, ഷാനാന്റെ പറഞ്ഞത്. ഇരിക്കട്ടെ, എല്ലാവരും അറിയട്ടെ. സൗണ്ട് മോനോട്ടെ കൈ പിടിച്ച മോനോട്ടെ ഭയങ്കര വിഷമാണ്. ബർത്ത്ഡേ അണ്ണൻ, ഹാപ്പി ബർത്ത്ഡേ. അയ്യോ ചെറിയൊരു പീസ് എടുത്താൽ എല്ലാവരും പിന്നെ നമുക്ക് ഒരുപാട് മോനോട്ട് ഒരു വലിയ പീസ്. കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ് ആണ്. ഞാനുള്ളത് മോളെ പൊളിച്ചിങ്ങെടുത്തു. അപ്പം ഒന്നും വാങ്ങിക്കാതെ എങ്ങനെ ഇരിക്കും മനുഷ്യ, സങ്കടമില്ലേ? അപ്പൊ ഒരു ഷർട്ട് എടുത്ത് കേട്ടോ. പൊട്ടിക്കുന്നേ പൊട്ടിച്ചോ, സാധാരണ ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് കൊടുത്ത് മാറാം. ഷർട്ട് സാധാരണ ഗൾഫിലാകുന്ന സമയത്ത് ഞാൻ ഷർട്ടും വാച്ചും ഒക്കെ മേടിച്ച് വെക്കൂട്ട. ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് വിഷമമാണ്, അതുകൊണ്ട് മേടിച്ചേ. പക്ഷെ ഇത് അമ്മന് പാകമാവുമെന്ന് എനിക്കറിയത്തില്ല, കാരണം
നമുക്ക് ഞാൻ ഗൾഫിൽ വയ്ക്കുമ്പോൾ വാങ്ങിച്ചു വയ്ക്കുന്നതൊക്കെ അണ്ണം ഇവിടെ വന്നിടും. ഇപ്പം മേടിച്ചത് കുറച്ച് വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. ചില ഷർട്ടൊക്കെ സൈസ് ആണെങ്കിലും ചില കമ്പനിയുടെ ഒക്കെ ഇറുക്കുമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ബില്ല് അണ്ണൻ ഇഷ്ടമാണെങ്കിൽ കൊടുത്ത് മാറാമെന്ന് വിചാരിച്ചു. ഓട്ടോയുടെ ഷർട്ടാ ഓട്ടോ. ഇവിടെയൊക്കെ തൂത്തത് കൊണ്ട് ഞാൻ അങ്ങ് വാരുന്നേ കേട്ടോ ഫ്രണ്ട്സ്. ഇല്ലെങ്കിൽ പിന്നെ അതൊരു അടുത്ത പള്ളി. അണ്ണേ ഡബിൾ എക്സൽ. പിന്നെ നമുക്ക് നോക്കാം. കുഴപ്പമില്ല, കൊള്ളാം. അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ ഫ്രണ്ട്സ്. കാരണം കുറെ നേരമായി നമ്മൾ ഫാൻ ഇടാതിരുന്നോണ്ട് പുഴുങ്ങുന്നു മനുഷ്യര്. ആ കേക്കൊക്കെ എടുത്ത് എല്ലാരും കട്ട് ചെയ്ത് നിന്നോ. അപ്പൊ ഇനിതാ പൊന്നു മോണ്ടനെ പീസാക്കി കൊടുക്കാം. മോമോനോടൻ എന്തോ വേണ്ടത് അപ്പൊ നമ്മുടെ വീട്ടിലെ അപ്പുറത്തെ ചേച്ചിക്കൊക്കെ കൊടുക്കണം കേട്ടോ. ഞാൻ പീസാക്കി വെക്കാം ഫ്രണ്ട്സ്. ഇന്നെങ്കിൽ ഈ മൂന്നെടുത്ത് മാറ്റി കറണ്ട് ഇല്ലാത്തപ്പോ മെഴുതിരി എത്തിക്കാം. അപ്പൊ നമുക്ക് അന്ന് ബർത്ത്ഡേക്ക് ആ ചേച്ചി നമുക്ക് കഴിച്ചു കൊടുക്കാം. അപ്പൊ എടുത്ത് മാറ്റിയ അത്ര എല്ലാം മുറിച്ച് വെക്കണ്ട. ആവശ്യമുള്ള ഇപ്പൊ നിങ്ങൾ കഴിക്കാനുള്ളത് ബാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ശ്രീരാമ്മക്ക് കൊണ്ട് കൊടുക്കാനേ. ഞങ്ങളുടെ അമ്മയ്ക്കും സാധാരണ അമ്മയ്ക്ക് കൊടുക്കാൻ വെക്കാനാ ഫ്രണ്ട്സ്. വായിക്കത് അവരൊക്കെ തൊഴിലുറപ്പിന് പോയി. ഇനി വൈകിട്ടേ വരും. ഫ്രണ്ട്സ് ഈ കേക്ക് നമ്മൾ ഇതുവരെയായിട്ട് മേടിച്ചിട്ടില്ല. ഇതിനകത്ത് മറ്റേ കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ്സ് ഒക്കെ എപ്പ എന്തോ മേടിച്ചാൽ നല്ല കേക്ക് കേട്ടോ. മണ്ടയിൽ ഇങ്ങനെ സർക്കിളായിട്ട് ബൂസ്റ്റിന്റെ ഒക്കെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ആ മോനോട്ട് ഇഷ്ടപ്പെട്ട കേക്കാ. അതൊരു കിങ്ങിണി കേക്ക് കൊടുത്തപ്പോ കഴിച്ചത് മക്കൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക്. അപ്പൊ മുത്തോണീസ് അപ്പം എന്താ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഞങ്ങളൊരു ഹാപ്പി ബർത്ത്ഡേ ഷാജഹാൻ എഴുതിയ ഒരു വെള്ള സാധനം. അത് സത്യം പറഞ്ഞ ഒരു തിന്നുന്ന ക്ലേ ആണ് കേട്ടോ. അതൊരു മാവാണ്. അപ്പൊ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി ബിരിയാണി എടുക്കാം. അപ്പൊ നമ്മള് പ്ലേറ്റ് ഒക്കെ സെറ്റ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മള് നാല് പാത്രം മേടിച്ചുള്ള അതിന്റെ കൂടെ എക്സ്ട്രാ ഒന്നും കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പാത്രം നേരത്തെ നമ്മൾ പെരുന്നാളിന് വാങ്ങിച്ച പാത്രം ഇഷ്ടംപോലെ ഇവിടെ ഇരിപ്പുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് പാത്രം കഴുകണ്ടല്ലോ എന്ന് കരുതിയാട്ടോ. അതെടുത്തോണ്ട് വരാം. പാത്രത്തിൽ വെക്കണ്ട, അവിടെ വെച്ചോ. പിന്നെ കിണ്ണിയിൽ വെക്കാനേ. അപ്പൊ നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ചു. ഇനി നമ്മുടെ ചോറെടുക്കാം. അന്നെന്തേ അങ്ങോട്ട് പോയി. മെഴുതിരി അമ്മ എടുത്ത് മാറ്റി വെച്ചു. നമ്മുടെ ചോറ് സെറ്റാന്ന് പറഞ്ഞേ. കഴിച്ചു നോക്കുമ്പോൾ ടേസ്റ്റി കാണും. നമ്മുടെ ചോറ് മിക്സ് ചെയ്യാം. മോനോട്ടനും പൊന്നൂസും അവിടെ സ്കേറ്റിംഗ് ഷൂവിനുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നു. എൻ്റെ വായിൽ കേക്കാണ് ഫ്രണ്ട്സ്. അതാണ് ഇങ്ങനൊരു ശബ്ദം. ചോറ് സെറ്റ്. ബാക്കി പേപ്പറും സാധനമൊക്കെ പൊന്നൂസും മോണ്ടനും ഒരുപാട് പാത്രം കിട്ടും. എന്തിനാന്ന് എനിക്കറിയത്തില്ല. ആവശ്യത്തിന് ചോറ് വിളമ്പിയാൽ മതി എണ്ണേ. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങൾക്കേ ലാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആയി പോകണ്ടെന്ന് അറിഞ്ഞു. കിങ്ങിണി പൂച്ചയ്ക്ക് ഒരു പ്ലേറ്റിംഗ് കണ്ടല്ലോ പൊന്നു. ഇത് ബർത്ത്ഡേ ആയിട്ടില്ല. പൂച്ചയ്ക്ക് ബിരിയാണി കൊടുത്തില്ലെന്ന് വേണ്ട. അത് കിങ്ങിണിക്ക് ഒരു പ്ലേറ്റിംഗ് കണ്ടല്ലോ. ഇതാർക്കാണേ? അയ്യോ അതല്ല, അത് മാങ്ങാച്ചാറൊന്നും വേണ്ട. മോനക്കൊട്ടനെ ലെഗ് പീസ്. മതി. ഇനി ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. പൂച്ചയ്ക്ക് നമ്മളിപ്പോൾ കഴിഞ്ഞ് വേണം കൊടുക്കാം. അത് കൊടുക്കാം. ചോറ് കഴിക്കില്ല. മതി. ഇതാ കിങ്ങിണി ഇന്നാ. കിങ്ങിണി ഇപ്പൊ എല്ലാരും ഇരുന്നാട്ടെ. പൊന്നു മോനൂട്ടനൊക്കെ ഇരുന്നേ.
രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പാൻ എന്തോ ഒരു ആഗ്രഹം. എന്നാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൊടിയോ ആക്കുമ്പോൾ തൂത്ത് സഹായിക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഇപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കലപ്പില്ല. ഇരുന്നേ മക്കൾ ഇരുന്നാട്ടെ. മതി മോനുകുട്ട ആണ്ട് അവിടെ എല്ലാം ഒഴിച്ചു മോനൂട്ടൻ. ഷേ മോനൂട്ടാ, മോനൂട്ടൻ എന്തോ വേണ്ട? പപ്പടോ എന്നാ ഇടി. അണ്ണന് പപ്പടം കിട്ടിയില്ല. സാധാരണ പിന്നെ 2 പപ്പടം വേണം. പൊന്നൂസിന് കിട്ടിയാ പപ്പടം? അടുത്തടുത്ത. എങ്ങനെയുണ്ട് പൊന്നു ചോറ്? ഉപ്പേരിയൊക്കെ ഉണ്ട്. അവള് കഴിച്ചു. അവിടെയൊക്കെ എപ്പോഴേ കഴിച്ചു. കൊള്ളാമണ്ണേ? സെറ്റായില്ല. അമ്മയുടെ ബർത്ത്ഡേക്ക് അത്ത വാരി തരുന്ന ഓർക്കത്തില്ല. പക്ഷെ അമ്മയുടെ ബർത്ത്ഡേക്ക് അമ്മ ഓർത്തില്ല. ഇപ്പൊ കൊള്ളാം ഫ്രണ്ട്സ്, നല്ല എരിയും. അത് തന്നെ കൊള്ളാം ഫ്രണ്ട്സ്, എരിയും ഇതൊക്കെ ഉണ്ട് അല്ലേ അണ്ണേ? കൊള്ളാം, തെറ്റ് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ മന്തിയും അണ്ണൻ ബിരിയാണിയും ഉദ്ദേശിച്ചത് കൊണ്ട് മന്തി ബിരിയാണി ആയിപ്പോയി എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ബാക്കിയൊക്കെ ഓക്കെയാണ്, സെറ്റാണ്. പിന്നെ എന്തുവാ ടേസ്റ്റൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവരും കഴിച്ചിട്ട് കാണാം. ഇല്ല, സ്ട്രോബെറി മോനൂട്ടൻ്റെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടമല്ല സ്ട്രോബെറി. ഞങ്ങൾക്കൊക്കെ വാനില, ചോക്ലേറ്റ്, ഇത് കുറേ സ്ട്രോബെറി കണ്ടില്ല. ഓഹോ, ഞാൻ തിന്ന് കാണിക്കുന്നു. അലിഞ്ഞു പോയില്ലേ അണ്ണേ? അവന് ഇഷ്ടം സ്ട്രോബെറി. മേടിക്കാൻ മറന്നുപോയി. പിന്നെ പറഞ്ഞാൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പം പോയ കടയിൽ ഇതേ ഉള്ളായിരുന്നു. കണ്ട എന്റെ ശക്തി കണ്ടുവന്ന്. അവന്റെ ശക്തി കാരണമാണ് സ്ട്രോബെറി ആ കടയിലുണ്ട്. അയ്യോ വയറ് നിറഞ്ഞു ഫ്രണ്ട്സ്. എന്നാലും നമ്മുടെ ഒരു ചടങ്ങ് അങ്ങ് കഴിക്കാം. ഐസ്ക്രീം ഇല്ലാതെ വേറൊരു ജീവിതമില്ല. അയ്യോ ഇവർക്കൊക്കെ. അപ്പം ദേ സത്യം പറഞ്ഞാൽ വീഡിയോ നമ്മൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് വീഡിയോ ബാക്കി എടുക്കുന്ന കാര്യം ഞാനങ്ങ് വിട്ടുപോയി ഫ്രണ്ട്സ്. കാരണം പൊന്നൂസും മോണ്ടനും ചോറ് കഴിച്ചിട്ട് തറയിലൊക്കെ ആക്കി അതൊക്കെ തൂത്തു. അതിനിടയിൽ പൊന്നൂസിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാലഡ് തറയിൽ വീണു. പിന്നെ ആ തൈരൊക്കെ തൂത്ത് തുടച്ച് പിന്നെ മണിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ കാര്യം വിട്ടുപോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് നടുവേദനയാണ്. പിന്നെ അങ്ങ് കിടന്ന് ഞങ്ങളെല്ലാവരും ഉറങ്ങി. പിന്നെ ഇപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് എഴുന്നേറ്റപ്പോഴാണ് ഞാൻ ചോദിച്ചത്, യ്യോ അവരോട് വീഡിയോയുടെ ബാക്കി എടുത്തില്ലല്ലോ എന്ന്. സോറി കേട്ടോ, ഒന്നുമില്ല, ഉറക്കമായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ദേ നമ്മൾ ഞാൻ കുനിയുമ്പോൾ ക്യാമറയും കുനിയണമല്ലോ കൂടെ. അപ്പോൾ നമ്മൾ ഷാജാൻ്റെ അമ്മായിക്കും എൻ്റെ അമ്മായിക്കും ചോറ് കൊണ്ടു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ദേ ചോറൊക്കെ എടുത്ത് കാറിൽ വെച്ചിട്ടുണ്ട്, പാത്രത്തിലൊക്കെ ആക്കി. കേക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ പട്ടി, കണ്ടോടെ ഭയങ്കര പട്ടിശല്യമാണ്. ഓ പട്ടി ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ഇതെന്തോ ഇത്, അമ്മേ യു കണ്ടോ ഫ്രണ്ട്സ്, ഒന്നും ചെയ്തൊന്നുമില്ല. ഞാൻ വിടണേ, ഇതിങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ വന്ന് കിടക്കും കേട്ടോ. ഞാൻ നമ്മൾ പെട്ടെന്ന് വാ അണ്ണേ. അണ്ണ ഈ പാട്ടൊക്കെ ഇട്ട് എപ്പം വരുമോ വാടി. ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ ചോറ് കൊടുക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ മുത്തുമണീസ്, അണ്ണൻ്റെ അമ്മായി എൻ്റെ അമ്മായി തൊഴിലുറപ്പിന് പോയേക്കാം. അവർ വരുന്ന സമയത്തല്ലേ നമുക്ക് പോകാൻ പറ്റൂ, എങ്കിലല്ലേ അതിനും കാര്യമോ. ഇന്ന് പൊന്നൂസിനും മോണ്ടൻ ട്യൂഷനുണ്ട് കേട്ടോ. ഗേറ്റ് അടിച്ചിട്ട് വണ്ടി കയറിയിട്ട് ഞാൻ പറയാം. നമ്മൾ പോകാൻ കാത്തിരിക്കുക പട്ടി കേട്ടോ. സിറ്റോട്ടിൽ കയറി കിടക്കാം. തുടച്ചും ഇന്നലെ അണ്ണൻ മുഴുവനും വെള്ളം ഒഴിച്ചങ്ങ് കിട്ടും കയറാതിരിക്കാൻ. എന്നിട്ടും ആ വെള്ളത്തിനും കയറി കിടക്കും അത്. കാരണം നമ്മൾ പിള്ളേരുള്ളതുകൊണ്ടേ എപ്പോഴും ഇല്ലെങ്കിൽ കഴിവിയും തുടച്ചും ഇരിക്കണം പട്ടി. കയറണം അങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് ഇപ്പം വരും, ഈ മതിൽ ചാടി അങ്ങ് കയറും. അങ്ങ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ പോകുമ്പോഴത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. കണ്ടാ അത്ര ഇരി മോനെ. നമ്മുടെ ഫ്രണ്ട്സ് ചോറും കേക്കൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. പൊന്നൂസിന് മോണ്ടന് ഇന്ന് ട്യൂഷനുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ഇന്ന് പോകുന്നില്ലെന്ന്. എൻ്റെ അത്താടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് ബർത്ത്ഡേ ഉച്ചയ്ക്കേ കഴിഞ്ഞു. ട്യൂഷന് പോയി വല്ലതും പഠിക്കാനുള്ള ഇരിക്കുന്നു. ഇവനാണ് മെയിൻ ആള്. ട്യൂഷന് പോകാതെ തന്നെ കളച്ചിറക്കാൻ. സ്കൂളിലും പോയില്ല, ട്യൂഷനും പോയില്ല. സ്കൂളില്ലാത്തതുകൊണ്ട് ട്യൂഷനും പോയില്ല, അത്രേ ഉള്ളൂ. അമ്മ വരുന്നില്ലേ? ഞാൻ അവിടെ ഗുളിക അടിച്ചോണ്ടിട്ട് പ്ലസ് 1 ഷുഗറിന്റെ ചോറവിടെ വെച്ചാൽ മതി അന്നേരം വീട്ടിൽ.
ശരി ചോറ് വെച്ചേക്കാം, ചോറും കേക്കും. ശരി എന്നാ പോയിട്ടോ. എവിടെ വസുമതിയുടെ ഇഷ്ടമല്ലോ? ആ ഓക്കെ. ഇവിടെ വണ്ടി കിടക്കുന്നു. എന്നാ ബാക്കിലോട്ട് അമ്മ മെഡിക്കൽ സ്റ്റോറിലാണ് കണ്ട പോകാൻ ഇറങ്ങില്ല. അപ്പൊ നമുക്ക് അവിടെ വീട്ടിൽ പോയി ചോറ് വയ്ക്കാം. ഇത് വലിയ വണ്ടി. അങ്ങനെ നമ്മള് വീട്ടിൽ വന്നു. അപ്പൊ അമ്മ ഇല്ലല്ലോ, പിന്നെ നമ്മൾ എങ്ങനെ കയറും. അപ്പൊ എന്റെ അണ്ണൻ ചോറൊക്കെ ഇത് കണ്ട പൊന്നിച്ചുകൊണ്ടിരുന്ന വെട്ടിയില് എനിക്കറിയത്തില്ലല്ലോ. ആ ഹായ്, എപ്പ വന്ന? മെനഞ്ഞാന്നോ? തമിഴ് സംസാരിക്കും. ഞങ്ങൾക്ക് ഇത് തുറക്ക്. അണ്ണന്റെ താക്കോലൊക്കെ എടുത്ത് കഥ കേട്ടോ. പൊന്നിച്ചു മുണ്ടനെ ഇറങ്ങുവാണോ? ഓ ആ ഹായ്. ആ ഇറങ്ങി നിക്കിച്ച് നേരം കളിക്ക്. പക്ഷെ അമ്മക്ക് കേക്കും ചോറും ഉണ്ട്. എന്തേ കേക്ക് എന്തേ? അങ്ങോട്ട് നോക്ക്, താഴോട്ട് നോക്കടി, അടിയിലോട്ട് നോക്കടി. നോക്കട്ടെ, അമ്മ നോക്കാം. ആ അതാ പറഞ്ഞത്. നോക്കട്ടെ, രണ്ടും കൂടെ പിടിക്കാൻ പറ്റുമോ? ആണോ അമ്മ പിടിക്കാം. അയ്യോ ചോറ് മുറുക്കി പിടിച്ചോണേ. അയ്യോ എന്റെ അമ്മായി ഇല്ല ഫ്രണ്ട്സ്. ഇതെന്തോന്ന് എല്ലാരും കൂടെ എവിടെ പോയി? മൈ ഗോഡ്. ഞങ്ങളുടെ അമ്മായിക്കും സാധാരണ അമ്മായിക്കൊക്കെ വീട്ടിൻ്റെ വെളിയിൽ താക്കോൽ വെച്ചിട്ട് പോകുന്നതുകൊണ്ട് നോ പ്രോബ്ലം. നമുക്ക് ഇങ്ങനെ എടുത്ത് തുറന്ന് അകത്ത് കയറാം. ആ അവിടെ എടുത്ത് വെയ്, അവിടെ വെച്ചോ. ബാ ശ്രീരാമടുത്ത് ഫോൺ വിളിച്ച് നമുക്ക് പറയാം കേട്ടോ. ബാ പോസ്റ്റ് ചാരി നിൽക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ, മതിലിൽ ചാരി നിൽക്കുന്നു. പൊന്നൂസ് മോണ്ടന് താഴത്തെ വീട്ടിലെ കൊച്ചായിട്ട് കളിക്കാൻ പോയി. നമ്മുടെ അവിടെ ഒന്നും കൊച്ചു പിള്ളേരൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ ശാന്താൻ്റെ പറഞ്ഞു കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം, അവർ കളിച്ചോട്ടെ. ബർത്ത്ഡേ ആയിട്ട് മുട്ടായി ഇല്ലെന്ന് എല്ലാവരും ചോദിച്ചു. ആ കളിച്ചോ പൊന്നോ, അത്തേമ്മ ഇവിടെ നിൽക്കാം. ബർത്ത്ഡേ ആഘോഷിച്ചത് തന്നെ ശാന്താൻ്റെ ഇഷ്ടപ്പെട്ടിട്ടില്ല. രണ്ടുപേർക്ക് പിന്നാണ് ചെറിയൊരു കേക്ക് മേടിച്ചു മുറിച്ച്. കൊണ്ടുവരാനോ? അണ്ണൻ്റെ ബർത്ത്ഡേ ഞാൻ വീഡിയോ ഇട്ട് എല്ലാവരും അറിയിച്ചത് കൊണ്ട് ആ എല്ലാവർക്കും കൂടെ ചോറ് കൊടുക്കണമെങ്കിൽ നമ്മളൊരു ഒരു 10 കിലോ അരി വെച്ച് ചോറ് വെക്കേണ്ടി വരും. വാ എന്നാ കഥ പറഞ്ഞ് ഡൈനിങ് ടേബിളിന് മണ്ടേ വെച്ച് അവര് ആണ്ട് ആലിയയുടെ വീട്ടിൽ കളിക്കാൻ പോയി. ഇല്ല അവർക്കതൊന്നും ഇഷ്ടമല്ലല്ലോ. എനിക്കറിയത്തില്ല. അപ്പം അതേ അണ്ണൻ അവിടുന്ന് കുറച്ച് അപ്പുറത്തെ കടയിൽ നിന്ന് മുട്ടായൊക്കെ വാങ്ങിച്ച് അവിടെ താഴെ കളിക്കുന്ന കുട്ടീസിനൊക്കെ കൊടുത്തു കേട്ടോ. മെലഡി നമ്മൾ അറിഞ്ഞില്ലല്ലോ, അവിടെ കുഞ്ഞുങ്ങൾ കാണുമെന്നല്ലേ അണ്ണൻ. പിന്നെ അണ്ണൻ പറഞ്ഞ് നമുക്ക് ചുമ്മാ നിൽക്കണ്ട, പിള്ളേരെന്തായാലും കളിക്കുക, വരത്തില്ല ഇനി 1 മണിക്കൂർ, നമുക്ക് എവിടെയെങ്കിലും പോയി ചായ കുടിക്കാം. അത് കേൾക്കേണ്ട താമസം അമ്മ അടുത്ത് വരുന്നതെന്ന് വെച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എത്ര ചായ കുടിച്ചാലും മതി വരത്തില്ല കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകാമെങ്കിൽ തന്നെ ഉണ്ടല്ലോ, വൈകുന്നേരവും രാവിലെ അമ്മയ്ക്ക് ചായ കിട്ടിയില്ലെങ്കിൽ ഒരു ആന്തലും വെപ്രാളമൊക്കെ കാണിക്കും. അപ്പോൾ ഇതേ അമ്മ ശ്രീശക്തിയുടെ എന്തോ കൊണ്ടുവയ്ക്കാൻ പോയി വെച്ചിട്ടിപ്പോൾ ഒരു അയ്യോ തളന്ന്. പൊന്നൂസ് മോണ്ടൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഈ അണ്ണൻ അങ്ങ് പറഞ്ഞ് വൈകിട്ട് പൊന്നൂസ് മോണ്ടൻ ട്യൂഷന് പോകുമ്പം നമുക്ക് വൈകുന്നേരം ബിരിയാണിയൊക്കെ കൊണ്ട് കൊടുക്കാമെന്നില്ല. അത് കേട്ടപ്പോൾ ഇപ്പോൾ കാറിനെ വരുവാണെന്ന് കേട്ടപ്പോൾ മോനോട് നിർബന്ധം ഞാൻ ട്യൂഷന് പോകത്തില്ല. അല്ലെങ്കിൽ പോയേനെ, അവരറിയാതെ നമ്മൾ കാറിനെ വന്നിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇത് അണ്ണൻ പറഞ്ഞു പോയി. പിന്നെ എങ്ങനെയാണ് ആ പോട്ടിന്ന് കളിക്കുക. ഇവ നാളെ സമരമാണെന്നും കണ്ട് പാരൻസിൻ്റെ ഗ്രൂപ്പിനകത്ത് കണ്ട് ഒരു ചെറിയ ഇത് കണ്ടതിന് ചിലപ്പോൾ സത്യമാവണമെന്നില്ല. സാധാ ഇല്ല ഓൺലൈൻ മീഡിയസിൽ വന്നതാ ആണെങ്കിൽ എൻ്റെ അമ്മ. നിങ്ങൾ വരുന്ന ചായ കുടിക്കാൻ? പിന്നെ കളിക്കുന്നില്ലേ? അപ്പം അമ്മ വിളിച്ചോണ്ട് വന്നിയാണോ? ഇല്ല പിന്നെന്താ പറ്റി? എന്നാ ഞങ്ങളും പോവാ. ബാ എന്തോ പറ്റി മോനോട്ടാ? സാധാരണ കളിക്കാൻ നിക്കുന്ന എന്തോ പറ്റി? പറഞ്ഞപ്പോ ഞാൻ ഓടിപ്പോയി നോക്കാൻ പോയി. ഓ അപ്പൊ പൊന്നൂസും കൂടെ വന്നു. അപ്പൊ ഷീയാമ്മയെ കണ്ടപ്പോ പിന്നെ പോകുന്നില്ല കളിക്കാൻ? പിന്നെ ശ്രീരാമ പറഞ്ഞ കഴിയാറെ പോവാൻ. കഴിയാറല്ല പുന്നലൂര്.
പൊന്നൂസിന് ഞങ്ങളുടെ അമ്മായ ഭയങ്കര ഇതാട്ടോ, എന്താ കഴിച്ചാലും അവിടെ കൊട്ടുക്കും. അത് തന്നെ എടുത്തിട്ടതാ. ആ സലാഡ് പൊന്നൂസിന്റെ ദേഹത്തെ ഞാൻ അറിയാതെ വീഴ്ചു, അങ്ങനെ എടുത്തിട്ട ഡ്രസ്സാണ്. ഞാനപ്പൊ സലാഡ് ഇങ്ങനെ എടുക്കുവായിരുന്നേ, കസേര ഇങ്ങോട്ട് മാറ്റി വെച്ച അമ്മ തൂക്കാൻ നേരത്ത്. ആ ഭാഗത്ത് അഴുക്കുണ്ടായിരുന്നു, അപ്പൊ കസേര അവിടെ നിന്ന് മാറ്റി വെച്ചേ. അങ്ങനെ പൊന്നൂസ് തറയിൽ എടുത്തിട്ട് സലാഡോട് ദേഹത്തോട് ഒഴിച്ച് കുളിച്ച് തറയില. എന്റെ തലയിൽ നിന്നിട്ട് ഞാൻ എവിടെ തലയിൽ ഒരു കൊട്ടും കിട്ടി. ആ ബാ ചായ കുടിക്കാം. നാരങ്ങ വെള്ളം ഒന്നും കുടിക്കില്ല. ഇവിടെ കട്ടൻ ചായ ഉണ്ട്, വേണോ? കട്ടൻ ചായ മതിയോ? നാരങ്ങ വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ പോവാ. പൊന്നൂസിനും വേണോ? നിക്ക് 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 നിക്ക്. ആ ഇനിയിപ്പോ പൊക്കം എനിക്ക് വെച്ചു. ഓക്കെ. ആ എൻ്റെ പൊന്നൂസ് മോനൂട്ടനും നാരങ്ങ വെള്ളം കുടിക്കുന്നു. അണ്ണനും അതുകൊണ്ട് ചായ വേണ്ടെന്നുണ്ട്. അണ്ണൻ 2 എണ്ണം വാങ്ങിച്ചാൽ 2 പേരും ഫുള്ളും കുടിക്കത്തില്ല. പൊന്നൂസ് പകുതിയോ? ആദ്യം അത്ത 2 വാ കുടിച്ചു, എന്നിട്ട് ഞാൻ ഇത്ര ആക്കിയിട്ട് പകുതി അമ്മ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മുത്തുമണീസ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വളഞ്ഞ് പിളഞ്ഞ് വന്ന് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മായിയൊക്കെ ഇറക്കി കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളായിരുന്നു. അങ്ങനെ 33 വയസ്സ് ഞങ്ങൾ ആഘോഷിച്ചു ഫ്രണ്ട്സ്. ഞങ്ങളുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അണ്ണന് ഭയങ്കര ഉത്സാഹമാണ്. പക്ഷെ അണ്ണൻ്റെ വലിയ ആഘോഷം അണ്ണൻ അത്ര ഇഷ്ടമല്ല. പക്ഷെ അണ്ണൻ ഒന്നിനും ഭയങ്കര ഇല്ല. പിന്നെ ഞങ്ങള് നമ്മുടെ സന്തോഷമല്ലേ ഇന്നെന്ന് പറഞ്ഞ പൊന്നൂസിന് മോനോട്ട് സ്കൂളുകാർ അവധിയും കൊടുത്ത്. കാരണം വെച്ചാൽ ഞങ്ങൾക്കൊന്നും ഡ്രസ്സ് എടുക്കേണ്ട. പൊന്നൂസിനെ മോനോട്ടേനെ ബർത്ത്ഡേ വന്നാലും എനിക്കും അണ്ണനും എടുക്കും. എൻ്റെ ബർത്ത്ഡേ വന്നാലും എനിക്ക് ഭയങ്കര വിഷമം. അണ്ണൻ പറയും നിനക്ക് മാത്രം എടുത്താൽ ഞാൻ കുഞ്ഞുങ്ങൾക്കും എടുക്കും അണ്ണനും എടുക്കും. ഇപ്പം ഈ വട്ടം അണ്ണൻ ഡ്രസ്സ് എടുക്കാൻ സമ്മതിക്കാഞ്ഞത് കൊണ്ട് പിന്നെ അണ്ണൻ എടുക്കണമല്ലോ, നമുക്ക് വിഷമമല്ലേ. അങ്ങനെ ഞങ്ങൾക്കൊന്നും എടുത്തില്ലല്ലോ. അപ്പോൾ മുത്തുമണീസ് അങ്ങനെ നമ്മുടെ ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. അണ്ണന് ബർത്ത്ഡേ വിഷ് ചെയ്തവരെ അപ്പം വിഷ് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. അപ്പം വളരെ സന്തോഷം. പിന്നെന്ത് പറയാനാ, താങ്ക്സ് പറ പൊന്നു. പൊന്നൂസ് ഉറക്കം വന്നിരിക്കും കേട്ടോ. മോനൂട്ടനും ഭയങ്കര ഉറക്കം വന്ന് കിറിഞ്ഞിരിക്കുക. സന്ധ്യ കഴിഞ്ഞ് കാറി കയറി 2 പേരും ഉറങ്ങും. AC-യുടെ കാറ്റം കൊണ്ട് അടിച്ചാടി. അപ്പം മുത്തുമണീസ്, അപ്പം നമുക്ക് അടുത്ത വ്ളോഗുമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.